ഹായ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം ക്രോപ്സ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, ക്രോപ്സും അതിന്റെ ക്രോപ്പിംഗ് പാറ്റേൺസും ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. The crop is subtropical. A hard frost is injurious to it. It requires at least 210 frost-free days and 50 to 100 centimeters of rainfall for its growth. A light, well-drained soil capable of retaining moisture is ideally suited for the cultivation of the crop. Which one of the following is that crop? അതായത് ഇപ്പൊ തന്നിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്രോപ്പിന്റെ ഗ്രോയിങ് കണ്ടീഷൻ ആണ്. ഈ ഒരു കണ്ടീഷൻ തന്നിട്ട് ഇതിൽ താഴെ ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ധാരാളം ക്രോപ്പിംഗ് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മുടെ കാർഷിക വിളകൾ അല്ലെങ്കിൽ ആ ഒരു കാലങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ. അതായത് നമ്മുടെ ഖാരിഫ്, റാബി, സെയ്ദ് പോലുള്ള. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളവയിൽ റാബി ക്രോപ്സ് അല്ലെങ്കിൽ ഖാരിഫ് ക്രോപ്സ് ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 to 60% ഓഫ് പീപ്പിളും കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ അഗ്രികൾച്ചറൽ സോൺസിനെ റിലേ ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ GDP-യിലേക്ക് വളരെ കുറഞ്ഞ ഒരു 20% ബിലോ ആണ് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എങ്കിൽ കൂടിയും ധാരാളം ആളുകൾ ഈ ഒരു ഏരിയയിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അത് മാത്രമല്ല ഒരു 50 to 55% ഓഫ് നമ്മുടെ ലാൻഡ് ഏരിയയും അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള കൃഷി അല്ലെങ്കിൽ കാർഷിക രീതികൾ ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ത്യയിലെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിലേഡ് ഓൺ അവർ മൺസൂൺ സീസൺ ആണ്. ഓക്കെ, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും ഇതിനെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ആ ഒരു 2 മൺസൂൺ കാലങ്ങളെയാണ് ഇത് കംപ്ലീറ്റ്ലി റിലേ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്കറിയാം ഖാരിഫ് അല്ലെ. ഖാരിഫ് ഒരു ക്രോപ്പിംഗ് സീസൺ ആണ്. അതുപോലെ തന്നെ റാബി, നെക്സ്റ്റ് ഈസ് സെയ്ദ് എന്ന് പറയുന്നത്. ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു ജൂൺ ടു സെപ്റ്റംബർ കാലയളവിലാണെന്നുള്ളത് മനസ്സിലാക്കാം. ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് ആ ഒരു പേര് തന്നെ നമ്മുടെ അറബിക് വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറബിക് വേർഡിൽ നിന്നാണ് അത് ഡിറൈവ് ആയിട്ടുള്ളത്. ഓട്ടം എന്നൊരു അർത്ഥമാണ് ഈ ഒരു പേര് നമുക്ക് തരുന്നത്. ഇത് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൺസൂൺ കാലം, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂനെ റിലേ ചെയ്തിട്ടുള്ള ഒരു കാർഷിക വിളക്കാലമാണ് ഖാരിഫ് എന്ന് പറയുന്നത്. സോയിങ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ ടു ജൂലൈ ആണ്. ഓക്കെ, അതായത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ വിള നമ്മൾ ഇറക്കുന്നു. അതിനുശേഷം ഈ ഒരു മഴയൊക്കെ എൻഡ് ആവുന്നതോടുകൂടി നമ്മുടെ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു പീരിയഡോടുകൂടി ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം നടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ അതാണ് ഇവിടെ പറയുന്നത്. ദീസ് ക്രോപ്സ് ആർ ഹാർവെസ്റ്റഡ് ഇൻ സെപ്റ്റംബർ ടു ഒക്ടോബർ. സെപ്റ്റംബറിലും ഒക്ടോബറിലുമാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. മഴ വരുന്ന സമയത്ത് വിള ഇറക്കുന്നു, മഴ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ആ ഒരു പീരീഡ് അത് എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ബേസിക്കലി നിങ്ങൾ ഖാരിഫ് സീസൺ അല്ലെങ്കിൽ ഖാരിഫ് ക്രോപ്സിനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ വിചാരിക്കുക. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മുടെ അല്ലെങ്കിൽ കാർഷിക വിളകളാണ് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലുള്ള ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ് അല്ലെങ്കിൽ ആ ഒരു ഒപ്റ്റിമൽ കണ്ടീഷനാണ് ഖാരിഫ് വിളകൾക്ക് കൂടുതലായിട്ട് അനുയോജ്യം എന്ന് പറയാം. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ വിന്റർ സീസൺ കഴിഞ്ഞതിന് ശേഷം ഖാരിഫ് വിളകൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഈ ഒരു സീസണിൽ ട്രോപ്പിക്കൽ ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇതിന് ഓൾസോ എന്തെന്ന് പറയാൻ പറ്റും, മൺസൂൺ ക്രോപ്സ് അതുപോലെ ഓട്ടം ക്രോപ്സ്. നമ്മൾ പറഞ്ഞു മൺസൂൺ ആ ഒരു കാലഘട്ടത്തിനെ ബന്ധിച്ചാണ് ഇതിന്റെ വിളവ് ഇറക്കലും അതുപോലെ തന്നെ വിളവെടുക്കലും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, മൺസൂൺ ക്രോപ്സ് അല്ലെങ്കിൽ ഓട്ടം ക്രോപ്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. റൈസ്, കോട്ടൺ, ജൂട്ട്, ജോവാർ, ബജ്ര, മെയ്സ്, ആൻറ്റർ ആൻഡ് ഗ്രൗണ്ട് നട്ട് ആൻഡ് സോയാബീൻ. ഓക്കെ, കോട്ടൺ, ജൂട്ട് പോലുള്ള ഫൈബ്രസ് ആയിട്ടുള്ള സംഭവങ്ങളും അതുപോലെ നമ്മുടെ റൈസ്, ഗ്രൗണ്ട് നട്ട്, സോയാബീന്, ജോവർ, ബജ്ര പോലുള്ള മില്ലറ്റ്സ് ഇതൊക്കെ നമ്മുടെ ഖാരിഫ് സീസണിൽ ഉണ്ടാവുന്ന വിളകളാണ്.
ഇനി നെക്സ്റ്റ് നമുക്ക് റാബി സീസൺ. റാബി സീസൺ എന്ന് പറയുമ്പം നമ്മൾ കുറച്ചുകൂടെ ഓർത്തെടുക്കാൻ എളുപ്പം എന്താണ്, നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ കാണുന്ന കൂടുതൽ വിളകളും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം, റാബി സീസണിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ റാബി സീസൺ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പീരീഡിലാണ് ഇതിന്റെ വിളയിറക്കലും അതിനോടൊപ്പം അതിന്റെ എന്താണ് ആ സമയത്ത് വിളയിറക്കുന്നു, അതിനുശേഷം എന്താണ് ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒരു റിട്രീറ്റിംഗ് മൺസൂണിന്റെ ഒക്കെ പീരീഡിലാണ് ഇത് നമുക്ക് വിളയിറക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വിന്റർ ഇൻ ഒക്ടോബർ നവംബർ പീരീഡിലും അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ പീരീഡിലുമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ് സാധ്യമാകുന്നത്, വളരെ ലോ ടെമ്പറേച്ചർ ആണ് അവിടെ ഉണ്ടാവുക, അല്ലെ, വളരെ ലോ ടെമ്പറേച്ചർ ആണ് അവിടെ ഉണ്ടാവുക. പക്ഷേ നമ്മുടെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്രസിപ്പിറ്റേഷൻസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ റാബി കൾട്ടിവേഷൻ എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം, നോർത്ത് ഇന്ത്യൻ വിളകൾ, അല്ലെങ്കിൽ അവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്ന വിളകളുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷന്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനും ഈ പറഞ്ഞതുപോലെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസസും ഒക്കെ നമ്മുടെ റാബി ക്രോപ്സിനെ, എസ്പെഷ്യലി നമ്മുടെ വീറ്റിനെ വളരെ നന്നായിട്ട് എന്താണ് ഇന്ത്യയിൽ അതിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ഓർക്കുക. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കാം. സച്ച് ആസ് വീറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വീറ്റ്, അതുപോലെ ഗ്രാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഗ്രാം ആൻഡ് ബാർലി, മസ്റ്റാർഡ്, റേപ്പ് സീഡ് ആൻഡ് ടുബാക്കോ. ഓക്കെ, ഗ്രാം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇനി ഇതിന്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കാം. ഓക്കെ, റാബി ക്രോപ്സിന്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കാം. അതിൽ നമ്മൾ പറഞ്ഞു വീറ്റ് ഉണ്ട്, ഗ്രാം, ബാർലി, മസ്റ്റാർഡ്, റേപ്പ് സീഡ് ആൻഡ് ടുബാക്കോ. ഇതിൽ ഗ്രാം ഒന്ന് മനസ്സിലാക്കുക. ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഖാരിഫ് സീസണിലും അതുപോലെ തന്നെ റാബി സീസണിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രാമിന്റെ ഒരു 60% നമുക്ക് ഏത് സീസണിൽ തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, റാബി സീസണിൽ തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. സോ അതൊരു റാബി ക്രോപ്പ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ആണ് സെയ്ദ് വിളകൾ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഖാരിഫിന്റെയും റാബിയുടെയും ഇൻ ബിറ്റ്വീനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൾട്ടിവേഷൻ പീരീഡ് ആണ്. അത് വളരെ ഒരു ചെറിയ പീരീഡ് ആണ്. ആ ഒരു പീരീഡിൽ അതിന്റെ വിളവിറക്കലും അതുപോലെ അതായത് അതിന്റെ സോയിങ് ടൈമും കഴിയും ആൻഡ് അതിന്റെ ഹാർവസ്റ്റിംഗ് പീരീഡും ആ ഒരു ടൈമിൽ, ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിൽ തന്നെ കഴിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഷോർട്ട് സീസൺ ആണ്, ഇറ്റ്സ് എ ഷോർട്ട് ഡ്യൂറേഷൻ. അതൊരു സമ്മർ ക്രോപ്പിംഗ് ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ ഖാരിഫും റാബിയും പറഞ്ഞപ്പം കൃത്യമായിട്ടുള്ള നമ്മുടെ മൺസൂൺ മഴകളുടെ ഒരു ഒരു സാന്നിധ്യം പറഞ്ഞു അല്ലെ. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതൊരു സമ്മർ ക്രോപ്പിംഗ് സീസൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഷോർട്ട് സീസൺ ആണ്. ബിഗിനിങ് ആഫ്റ്റർ ദ ഹാർവെസ്റ്റിംഗ് ഓഫ് റാബി ക്രോപ്സ് മെയിൻലി ഫ്രം മാർച്ച് ടു ജൂൺ. ഓക്കെ, ആ മാർച്ച് ടു ജൂൺ ആ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ ഇതിന്റെ സോയിങ് പീരീഡും അതുപോലെ ഇതിന്റെ ഹാർവസ്റ്റിംഗ് ടൈമും കഴിഞ്ഞിരിക്കും. ഇത് ബേസിക്കലി ഡ്രൈ വെതർ ആസ് എ മേജർ ഗ്രോത്ത് പീരീഡ് ആൻഡ് ലോങ്ങർ ഡേ ലെങ്ത് ഫോർ ഫ്ലവറിംഗ്. എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ്, ഓക്കെ, അതായത് നമ്മുടെ ഫ്രൂട്ട്സ് അതുപോലെ സീസണൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ സെയ്ദിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വാട്ടർമെലൻസ്, കുക്കുംബേഴ്സ്, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും, നമ്മുടെ സെയ്ദിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ തണ്ണീർമത്തൻ, അതുപോലെ വെള്ളരി, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പീരീഡിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഓരോരോ വിളകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ആ നേരത്തെ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ ഈ ഒരു കണ്ടീഷണൽ ആ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് തന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മളോട് കൂടുതലായിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കുക. നമ്മുടെ കോട്ടൺ, അതുപോലെ നമ്മുടെ ഷുഗർ കെയിൻ, ടീ, ഇതൊക്കെ കൂടുതലായിട്ടും, അതുപോലെ റബ്ബർ, ഇതൊക്കെ കൂടുതലായിട്ടും UPSC ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഗ്രാമിന്റെ കാര്യം ഓർക്കുക, അതും UPSCയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എന്താണ് ഗ്രാം എന്ന് പറയുന്നത്? ഒരു റാബി ക്രോപ്പ് ആണ്. 2 പീരീഡിലും നമുക്കത് കൾട്ടിവേറ്റ് ചെയ്യാം ഉള്ളൂ. കൂടുതലായിട്ടും നമുക്ക് റാബി പീരീഡിൽ തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈസ് ആണ് അല്ലെ. റൈസ് എന്ന് നമ്മൾ പറഞ്ഞു ഒരു ഖാരിഫ് ക്രോപ്പ് ആണെന്നുള്ളത് പറഞ്ഞു. സോ ഈ ഖാരിഫ് ക്രോപ്പുകൾക്കൊക്കെ എന്താണ്, ടെമ്പറേച്ചർ വളരെ കാര്യമായിട്ട് തന്നെ വേണം. ടെമ്പറേച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ട ഒന്നാണ് റൈസ് എന്ന് പറയുന്നത്. സോ ഏകദേശം ഒരു 20 to 27 ഡിഗ്രി സെൽഷ്യസ് എന്താണ് ടെമ്പറേച്ചർ വിത്ത് ഹൈ ഹ്യൂമിഡിറ്റി. ഓക്കെ, റൈസിന്റെ നമുക്കറിയാം പാഡി ഫീൽഡ് ഒക്കെ നമുക്ക് നന്നായിട്ട് നമ്മളിവിടെ കണ്ട് പരിചയമുള്ളതാണ് അല്ലെ, എങ്ങനെയാണ് റൈസിന്റെ കൾട്ടിവേഷൻ എന്നുള്ളത്. സോ റെയിൻഫോൾ എന്ന് പറയുന്നത് 150 to 300 സെന്റിമീറ്റർ. ഏകദേശം നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഖാരിഫ് സീസൺ അല്ലെങ്കിൽ ഖാരിഫ് ക്രോപ്പ് ആണെന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു അത് സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ട്രോപ്പിക്കിനോട് അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടുതലായിട്ട് മഴ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൻഫോൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വേണം. 150 to 300 സെന്റിമീറ്റർ ആണ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ആൻഡ് സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ
ഡീപ് ക്ലേയി ആൻഡ് ലോമി സോയിൽ അല്ലെ, അതായത് സാൻഡും സിൽറ്റും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ലോമി സോയിലിലും അതുപോലെ തന്നെ ഫൈനസ്റ്റ് പാർട്ടിക്കിൾ, സോയിലിന്റെ ഫൈനസ്റ്റ് പാർട്ടിക്കിളായിട്ടുള്ള ക്ലേയി സോയിലുമാണ് ഇതിന്റെ കൾട്ടിവേഷൻ നടക്കുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പ് എന്ന് പറയാൻ പറ്റുന്നത് ഏതാണ്? നമ്മുടെ റൈസ് തന്നെയാണ്. ഇന്ത്യയിലെ സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതും ഏത് തന്നെയാണ്? റൈസ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് റൈസ് തന്നെയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അതൊന്ന് മനസ്സിലാക്കുക. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. അല്ലാതെ ആൻസർ ഇന്ത്യ ആണെന്ന് ഓർത്തേക്കരുത്, നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഇവിടെ ഈ പറയുന്ന റൈസ് കൾട്ടിവേഷൻ നമ്മൾ പറഞ്ഞു സ്റ്റേപ്പിൾ ഫുഡാണ് ഇന്ത്യൻസിന്റെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഇവിടെ ഒരു ജാപ്പനീസ് ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ജാപ്പനീസ് ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നിക്കിനൊക്കെ മുമ്പ് നമ്മൾ ഡ്രില്ലിംഗ് മെത്തേഡൊക്കെ ആയിരുന്നു നമ്മുടെ റൈസ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ജാപ്പനീസ് ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത് നഴ്സറിയിൽ ആദ്യമായിട്ട് സീഡ് സോ ചെയ്തിട്ട് പിന്നെ ലേറ്റർ സ്റ്റേജിൽ എങ്ങോട്ടേക്ക് പാഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പാഡിയിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഈ പറയുന്ന ക്രോപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ള വീഡ്സും കാര്യങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ ഉള്ള രക്ഷകൾ നേടാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഹീൽഡിങ് കൂടിയതായിട്ടുള്ള സീഡ്സ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ചെടി അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഈൽഡ് കൂടിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആകും. സോ അതെന്ന് പറയുന്നത് ജാപ്പനീസ് ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നിക്കാണ്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഗവൺമെന്റ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, അതുപോലെ ഹൈബ്രിഡ് റൈസ് സീഡ് പ്രൊഡക്ഷൻ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ഇങ്ങനെയുള്ള കുറേയധികം മിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ്? റൈസ് കൾട്ടിവേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു റൈസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള സപ്പോർട്ട്സ് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ട്. ദ എബവ് മെൻഷൻഡ് ക്രോപ്സ് ആർ റിലേറ്റഡ് ടു വിച്ച് ക്രോപ്പ് എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. അതായത് അമാൻ, ഓസ് ആൻഡ് ബോറോ, ഇത് ബേസിക്കലി റൈസ് വെറൈറ്റീസ് തന്നെയാണ്. നമ്മുടെ വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഒഡീഷ, ആസാം ഈ ഭാഗത്തുള്ള റൈസ് വെറൈറ്റീസ് ആണ് അമാൻ, ഓസ് ആൻഡ് ബോറോ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ബോറോ എന്ന് പറയുന്നത് നമ്മൾ സ്പ്രിംഗ് റൈസ് എന്ന് പറയാനായിട്ട് പറ്റും. ബോറോയുടെ മറ്റൊരു പേരാണ് സ്പ്രിംഗ് റൈസ്. ബേസിക്കലി അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് സമ്മറിലാണ്. ഓക്കെ, വിന്ററിൽ സോ ചെയ്യുന്നു ആൻഡ് സമ്മറിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ അമാൻ എന്ന് പറയുന്നത് നമ്മുടെ റെയിനി സീസണിൽ സോ ചെയ്യുന്നു ആൻഡ് വിന്റർ സീസണിൽ ഹാർവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അമാൻ എന്ന് പറയുന്നത്. ആൻഡ് ഓസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ പ്രീ മൺസൂൺ ഷവറിന് മുമ്പ് എന്ത് ചെയ്യുന്നു? സോ ചെയ്യുന്നു ആൻഡ് ഓട്ടമിന് മുമ്പ് അല്ലെങ്കിൽ ഓട്ടം പീരീഡിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നു. പ്രീ മൺസൂൺ ഷവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചെറി ബ്ലോസം ഷവേഴ്സ് ഒക്കെ അല്ലെ, അതിന് മുമ്പായിട്ട് ഇത് സോ ചെയ്തിട്ട് നമ്മുടെ ഓട്ടം പീരീഡിൽ ഹാർവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ വെറൈറ്റീസ് റൈസിന്റെ വെറൈറ്റീസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ വീറ്റ് എന്ന് പറഞ്ഞത്. വീറ്റ് എന്ന് പറഞ്ഞു നമ്മളൊരു റാബി ക്രോപ്പിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് വീറ്റ് കണ്ടത്. സോ വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന്റെ ബേസിക്കലി ടെമ്പറേച്ചർ നോക്കിക്കേ. അത് സോ ചെയ്യുമ്പം 10 to 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ആ ഒരു നോർത്തേൺ ഏരിയയിലേക്കൊക്കെ ടെമ്പറേച്ചർ കുറയുന്ന ആ ഒരു പീരീഡിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് റൈപ്പൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ 21 to 26 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ടെമ്പറേച്ചർ. സോ ഇത് വിളവിറക്കുമ്പം ഒരു ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നാലും വിളവെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചർ ആകാം എന്നാണ് പറയുന്നത്. ഈ വീറ്റ് കൾട്ടിവേഷൻ നമ്മൾ പറഞ്ഞു ഒരു ലോ ടെമ്പറേച്ചർ പീരീഡ് ആണ്. അവിടെ പ്രസിപ്പിറ്റേഷൻ ആരായിരിക്കും കൊണ്ടുവരുന്നത്? നമ്മുടെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസസ്. ഓക്കെ, ആ ഒരു പീരീഡിൽ നമ്മൾ പറഞ്ഞു അല്ലെ നോർത്ത് വെസ്റ്റേൺ മൺസൂണിന്റെ പീരീഡ് നോർത്ത് ഈസ്റ്റേൺ മൺസൂണിന്റെ പീരീഡിലാണ് നമ്മൾ ഈ ഒരു കൾട്ടിവേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. സോ ആ പീരീഡിൽ കൊണ്ടുവരുന്ന പ്രസിപ്പിറ്റേഷൻ ഏതാണ്? വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്. വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ഹെൽപ്പ് വീറ്റ് റൈപ്പനിങ്. അതുപോലെ റെയിൻഫോൾ എന്ന് പറയുന്നത് 75 to 100 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു അത്ര കാര്യമായിട്ടുള്ള റെയിൻഫോൾ നമുക്ക് അവിടെ അവൈലബിളും അല്ല, അത് വേണ്ടാതാനും വീറ്റിൻ എന്ന് പറയുന്നത്. പിന്നെ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഫെർട്ടൈൽ ലോമി ആൻഡ് ക്ലേയി ലോമി സോയിൽ തന്നെയാണ് വീറ്റും കൾട്ടിവേറ്റ് ചെയ്യുന്നത്.
ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആഫ്റ്റർ ചൈന. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് റൈസ് ആണെന്ന് പറഞ്ഞു അല്ലെ. റൈസിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പാണ് വീറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആഫ്റ്റർ ചൈന. ഇവിടെയും നമ്മൾ ചൈനയ്ക്ക് ശേഷമാണ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പം ലാസ്റ്റ് പ്രാവശ്യം റൈസ് ചോദിച്ചത് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീറ്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് cereal crop and the main food crop in the north and northwestern India. ഓക്കെ, നമ്മൾ കൂടുതലായിട്ടും നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് വീറ്റ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മൾ പറഞ്ഞതുപോലെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഗ്രീൻ റെവല്യൂഷന് ശേഷം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞത് ആർക്കാണ്? വീറ്റിന് തന്നെയാണ്. ഓക്കെ, ഗ്രീൻ റെവല്യൂഷന് ശേഷം. സോ അതും ഈ പറയുന്ന വീറ്റിന്റെ പ്രൊഡക്ടിവിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് മിഷൻസ് ഉണ്ട്. മാക്രോ മാനേജ്മെന്റ് മോഡ് ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒക്കെ എന്താണ്? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉള്ള വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് സിസ്റ്റം ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മില്ലറ്റ്സ് ആണ്. ഓക്കെ, മില്ലറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള കാർഷിക വിളകൾക്ക് എക്സാമ്പിൾ ആണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റാഗി, ബജ്ര, ജോവർ ഇതൊക്കെയാണ് മില്ലറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. ഈ മില്ലറ്റ്സിന് അധികം വെള്ളം ആവശ്യമില്ല. ഇതൊരു വാട്ടർ എഫിഷ്യന്റ് ക്രോപ്പ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ജോവർ, ബജ്ര ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ രാജസ്ഥാൻ റീജിയനിലൊക്കെയാണ്. സോ എന്താണ്, അതിന് വാട്ടർ അധികം വേണ്ടാത്തൊരു വിളകളാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ധാരാളമായിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് മില്ലറ്റ്സ് എന്ന് പറയുക. ഓക്കെ, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മില്ലറ്റ്സ് ആണ് മില്ലറ്റ്സ് എന്ന് പറയുക. ഈ മില്ലറ്റ്സിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ വളരെ നല്ല ആയിട്ടുള്ള ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. സോ മില്ലറ്റ്സിന്റെ നമുക്ക് നോക്കാം ഗ്രോയിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 27 to 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ ഈ പറയുന്ന മില്ലറ്റ്സിന് ഉണ്ടാവണം. പക്ഷേ റെയിൻഫോൾ നോക്കിക്കേ, 50 to 100 സെന്റിമീറ്റർ ആണ്. റെയിൻഫോൾ കാര്യമായിട്ട് വേണ്ട അല്ലെ. ഒരു 50 to 100 സെന്റിമീറ്റർ ഇൻ ബിറ്റ്വീൻ ആണ് റെയിൻഫോൾ വേണ്ടത്. വളരെ കാര്യമായിട്ടുള്ള ടെമ്പറേച്ചർ വേണം 27 to 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഇൻഫീരിയർ അല്ലൂവിയൽ ഓർ ലോമി സോയിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. ഇൻഫീരിയർ അല്ലൂവിയൽ അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് അല്ലൂവിയം എന്നൊക്കെ പറയാം, ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു മണ്ണിൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതലായിട്ട് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ക്ലൈമറ്റ് വളരെ കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റിൽ മഴയും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഈ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മില്ലറ്റ്സ് ആണ്. ദീസ് ആർ ഓൾസോ നോൺ ആസ് കൊയേഴ്സ് ഗ്രെയിൻസ്. ഇവയാണ് നമ്മൾ കൊയേഴ്സ് ഗ്രെയിൻസ് എന്ന് പറയുക. ഓക്കെ, ഈ മില്ലറ്റ്സ് ഏതൊക്കെയാണ് കൊയേഴ്സ് ഗ്രെയിൻസ് എന്ന് ചോദിച്ചാൽ മില്ലറ്റ്സ് ആണ് കൊയേഴ്സ് ഗ്രെയിൻസ് എന്ന് മനസ്സിലാക്കുക. അതിന് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. അതിൽ റാഗി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ അയൺ, കാൽഷ്യം, അതർ മൈക്രോന്യൂട്രിയൻസ്. കണ്ടോ, റിച്ച് ഇൻ അയൺ, കാൽഷ്യം, അതർ മൈക്രോന്യൂട്രിയൻസ്. കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വളരെ കാര്യമായിട്ടുള്ള ഒന്നാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജോവാർ നമ്മൾ പറഞ്ഞു, റൈസ്, അതിനുശേഷം ഇന്ത്യയിൽ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് വീറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി റൈസിനും വീറ്റിനും ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ജോവാർ എന്ന് പറയുന്നത്. ഓക്കെ, ജോവാർ എന്ന് പറയുന്നത് ജോവാറും ഒരു ഖാരിഫ് ആൻഡ് റാബി ക്രോപ്പ് ആണ്. രണ്ട് സമയത്തും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ജോവാർ എന്ന് പറയുന്നത്. ബജ്രയെ നമ്മൾ പേൾ മില്ലറ്റ് എന്ന് പറയും. ബജ്രയെ നമ്മൾ പേൾ മില്ലറ്റ് എന്ന് പറയും. റാഗിനെ നമ്മൾ ഫിംഗർ മില്ലറ്റ് എന്ന് പറയും. അതുപോലെ ചാമ എന്നൊക്കെ കേട്ടിട്ടുള്ള തിനവിളകളാണ് ഇവയൊക്കെ. ചാമ എന്ന് പറയും. ചാമാനെ നമ്മൾ എന്തെന്ന് പറയും? ലിറ്റിൽ മില്ലറ്റ് എന്ന് അറിയപ്പെടും. ഓക്കെ, ബജ്ര എന്ന് പറയുന്നത് പേൾ മില്ലറ്റ്, അതുപോലെ റാഗി എന്ന് പറയുന്നത് ഫിംഗർ മില്ലറ്റ്, ചാമയെ നമ്മൾ ലിറ്റിൽ മില്ലറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെയും ധാരാളം സ്കീംസുകളുണ്ട്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. നാഷണൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് സ്കീം, അതുപോലെ ഇനിഷ്യേറ്റീവ് ഫോർ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ത്രൂ ഇന്റൻസീവ് മില്ലറ്റ്സ് പ്രൊമോഷൻ, ഇതൊക്കെ എന്താണ്? ഗവൺമെന്റിന്റെ സപ്പോർട്ട്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് മെയ്സ്. ഓക്കെ, മെയ്സ് അല്ലെങ്കിൽ ചോളം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ മെയ്സിന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റൈസിന്റെ പോലെ തന്നെ 21 to 27 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയ്സിന്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു ലോ ടു മീഡിയം റെയിൻഫോൾ ആണ് നമുക്ക് മെയ്സിന് ആവേണ്ടത്. ഒരു ലോ ടു മീഡിയം റെയിൻഫോൾ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഇവിടെ സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഓൾഡ് അലൂവിയൽ സോയിൽ ആണ്. ഓക്കെ, സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഓൾഡ് അലൂവിയൽ സോയിൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ത്യ ഈസ് ദ 7th
7th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ വേൾഡ് വൈഡ്. ഫസ്റ്റ് മെയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ US ആണുള്ളത്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വേൾഡ് വൈഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ പറയുന്ന മെയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡായിട്ടും അതുപോലെ തന്നെ ഫോഡറായിട്ടും നമ്മുടെ കാലിത്തീറ്റയായിട്ടും യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെയ്സിന്റെ മറ്റൊരു കണ്ടീഷനാണ് ഒരു 140 ഡേയ്സ് എന്താണ് ഫ്രോസ്റ്റ് ഫ്രീ ആയിട്ട് ഉണ്ടാവണം. മെയ്സിന് ഒരു 140 ഡേയ്സ് ഫ്രോസ്റ്റ് ഫ്രീ ആയിട്ട് അതിന്റെ കൾട്ടിവേഷൻ പീരീഡിൽ ഉണ്ടാവണം. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ നമ്മൾ അതായത് ഇന്ത്യയിൽ ഹൈ yielding വെറൈറ്റി സീഡ്സ് അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഇറിഗേഷൻ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ഓഫ് മെയ്സ്. മെയ്സിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ yielding വെറൈറ്റി സീഡ്സ് ഒക്കെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഉള്ള ഒരു മിഷനാണ് ടെക്നോളജി മിഷൻ ഓൺ മെയ്സ്. മെയ്സിന്റെ കൾട്ടിവേഷൻ കൂട്ടാനായിട്ട് ഉള്ള ഒന്നാണ് ടെക്നോളജി മിഷൻ ഓൺ മെയ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫുഡായിട്ടും ഫോഡറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിന്റെ ഉൽപാദനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പൾസസ് അല്ലെ. പൾസസ് പയർവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 to 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ 20 to 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് റെയിൻഫോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ മഴയില്ലാത്ത അല്ലെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള മഴ നമുക്ക് പൾസസിന് വേണ്ടി വരുന്നില്ല. അറൌണ്ട് 25 to 60 സെന്റിമീറ്റർ റെയിൻഫോൾ ആണ് പൾസസിന് വേണ്ടി വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു സോയിൽ ടൈപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. സാൻഡി ടു ലോമി സോയിൽ ആണ്. സാൻഡി ടു അത്യാവശ്യം മണലൊക്കെ ഉള്ള ഒരു സോയിൽ ടൈപ്പ് ആണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷന് നമുക്ക് വേണ്ടത്. ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആസ് വെൽ ആസ് ദ കൺസ്യൂമർ ഓഫ് പൾസസ് ഇൻ ദ വേൾഡ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ധാരാളം കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പൾസസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ബേസിക്കലി ഈ പൾസസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വെജിറ്റേറിയൻസ് അല്ലെ, അവർക്ക് ഉള്ള പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് പൾസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടുർ അല്ലെങ്കിൽ അർഹാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉറാദ്, മൂങ്, മസൂർ, പീസ് ആൻഡ് ഗ്രാം. ഓക്കെ, ഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഇതൊക്കെയാണ് പൾസസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഫോർ പൾസസ്, അതുപോലെ പൾസസ് ഡെവലപ്മെന്റ് സ്കീം ആൻഡ് ടെക്നോളജി മിഷൻ ഓൺ പൾസസ്. ഇതൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ കോട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, കോട്ടൺ എന്ന് പറയുന്നത് നമുക്കറിയാം അത്യാവശ്യം നമ്മൾ ഏറ്റവും കോട്ടണെ ആദ്യമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സോയിലുമായിട്ടായിരിക്കും അല്ലെ. അപ്പോൾ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് സോയിൽ ആ ഒരു കണ്ടീഷനിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത് മാത്രമല്ല ഈ കോട്ടൺ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലെ, ഒരു 210 ഡേയ്സിന്റെ ഫ്രോസ്റ്റ് ഫ്രീ പീരിയഡ്സ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുക അതിന്റെ ടെമ്പറേച്ചർ ഒരു 21 to 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം അവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എന്താണ് മഴ അധികം വേണ്ട, അതായത് റെയിൻഫോൾ അധികം വേണ്ട. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം റെയിൻഫോൾ അധികം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബോൾസിലേക്ക് മഴയൊക്കെ പെയ്ത് ആ ബോൾസ് ഒക്കെ നശിക്കാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ പരുത്തിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മഴ അധികം വേണ്ട. 50 to 100 സെന്റിമീറ്റർ ആണ്. പക്ഷേ ഇതിന്റെ റൂട്ട്സിലേക്ക് നന്നായിട്ട് വാട്ടർ കൊടുത്തിരിക്കണം. റൂട്ട്സ് നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്യപ്പെടണം. അത് ഓർത്തിരിക്കുക കോട്ടന്റെ കേട്ടോ. ആൻഡ് കോട്ടണെയാണ് നമ്മൾ സിൽവർ ഫൈബർ എന്ന് വിളിക്കുക. കോട്ടണെയാണ് നമ്മൾ സിൽവർ ഫൈബർ എന്ന് വിളിക്കുക. ബേസിക്കലി നമ്മൾ പറഞ്ഞു ഡെക്കാൻ ഏരിയ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ ഏരിയയിലൊക്കെയാണ് എന്താ കോട്ടൺ കൾട്ടിവേറ്റ് ആകാൻ കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ വെൽ ഡ്രെയിൻഡ് ആയിട്ടും വെൽ ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ അലൂവിയൽ സോയിൽസിലും അതുപോലെ തന്നെ ബ്ലാക്ക് ക്ലേയി സോയിൽസിലും ഡീപ്പ് അലൂവിയൽ സോയിൽസിലും മിക്സ്ഡ് ബ്ലാക്ക് ആൻഡ് റെഡ് സോയിൽസിലും എന്താണ് കോട്ടൺ കൾട്ടിവേഷൻ നടക്കും, സാധ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഖാരിഫ് ക്രോപ്പ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടൺ റിക്വയർ 6 to 8 months to mature. ഇവിടെ ഇന്ത്യ ഈസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഫോളോഡ് ബൈ ചൈന. ഓക്കെ, ഇന്ത്യയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, അതിനുശേഷം ചൈന വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഖാരിഫ് ക്രോപ്സിനൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ ടെമ്പറേച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ വേണം അല്ലെ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിലേക്ക് എന്താണ് കാർഷിക വിളകൾ അഡ്വാൻസ് ചെയ്യുന്ന ഒരു കാർഷിക ടൈമാണ്, ഒരു വിളക്കാലമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഷുഗർ കെയിൻ ഇൻഡസ്ട്രി ആണ്. ഓക്കെ, നമ്മുടെ ക്യാഷ് ക്രോപ്സിലെ നെക്സ്റ്റ് വൺ ആണ് ഷുഗർ കെയിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ബേസിക്കലി ഷുഗർ കെയിനിലേക്ക് വരുമ്പം അതും എന്താണ് ഒരു ഖാരിഫ് ക്രോപ്പ് തന്നെയാണ്. അതുകൊണ്ട് 21 to 27 ഡിഗ്രി സെൽഷ്യസ്, അതായത് നമ്മുടെ റൈസിന്റെ ഒക്കെ പോലെ തന്നെയുള്ള ടെമ്പറേച്ചർ വേണം ഇവിടെയും. ആൻഡ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഈ ഹ്യൂമിഡിറ്റി അനുസരിച്ചിട്ടാണ് ഈ നമ്മുടെ
ഏതാണ് ഷുഗർ കെയിനിലെ സൂക്രോസ് കണ്ടന്റ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഈ ഹ്യൂമിഡിറ്റി അനുസരിച്ചിട്ടാണ് നമ്മുടെ ഷുഗർ കെയിനിലെ സൂക്രോസ് കണ്ടന്റ് വേരി ചെയ്യുന്നത്. സൂക്രോസ് കണ്ടന്റ് കൂടിയ കരിമ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കരിമ്പെന്ന് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെമ്പറേച്ചർ 21 to 27 ഡിഗ്രി സെൽഷ്യസും അതോടൊപ്പം തന്നെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റും ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. റെയിൻഫോൾ എന്ന് പറയുന്നത് 75 to 100 സെന്റിമീറ്റർ ആണ്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഏറ്റവും മോസ്റ്റ് വാട്ടർ ഇന്റൻസീവ് ക്രോപ്പ് ഏതാണെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ? ഷുഗർ കെയിൻ ആണ്. വാട്ടർ ഇന്റൻസീവ് ക്രോപ്സ് ആൻഡ് വാട്ടർ എഫിഷ്യന്റ് ക്രോപ്സ് അല്ലെ, രണ്ടും ഉണ്ട്. അതായത് കൂടുതൽ വെള്ളം വേണ്ട ക്രോപ്സിനെയാണ് നമ്മൾ വാട്ടർ ഇന്റൻസീവ് ക്രോപ്സ് എന്ന് പറയാം. വാട്ടർ എഫിഷ്യന്റ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ മില്ലറ്റ്സ് പറയാൻ പറ്റും. അധികം വാട്ടർ ഒന്നും വേണ്ട, അത്യാവശ്യം വാട്ടർ ഒരു ചെറിയൊരു ഇറിഗേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൾസസ് ഒക്കെ അല്ലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് വാട്ടർ വേണ്ട ഒന്നാണ്. ഇവിടെ റെയിൻഫോൾ ഇത്രയാണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ഏരിയയിലേക്ക് നല്ല രീതിയിലുള്ള ഇറിഗേഷൻ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഉള്ളൂ ഗുഡ് ക്വാളിറ്റി ഷുഗർ കെയിൻ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ വാട്ടറിന്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് തന്നെ സൂക്രോസ് കണ്ടന്റ് കൂടുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം ഏറ്റവും നല്ല രീതിയിൽ വെൽ ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഷുഗർ കെയിൻ. അതുപോലെ തന്നെ മോസ്റ്റ് വാട്ടർ ഇന്റൻസീവ് ക്രോപ്പ് ഏതാന്ന് ചോദിച്ചാലും ആൻസർ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്. സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് റിച്ച് ലോമി സോയിൽ ആണ്. വളരെ ഡീപ്പ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ലോമി സോയിൽ ആണ് വേണ്ടത്. ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഓൾ വെറൈറ്റീസ് ഓഫ് സോയിൽസ് റേഞ്ചിങ് ഫ്രം സാൻഡി ലോം ടു ക്ലേയി ലോം. എങ്ങനെ? വെൽ ഇറിഗേറ്റഡ് ആണ്, ആ ഒരു ഏരിയ വെൽ ഡ്രെയിൻഡ് ആണ്, വെൽ ഇറിഗേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സോയിൽസിലും നമുക്ക് ഷുഗർ കെയിൻ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ അത്യാവശ്യം മാനുവൽ ലേബറിന്റെ ഒരു പങ്ക് വേണ്ടതാണ്. ഇറ്റ് നീഡ്സ് മാനുവൽ ലേബർ ഫ്രം സോയിങ് ടു ഹാർവസ്റ്റിംഗ്. സോയിങ്ങിന്റെ പീരീഡിലും അതുപോലെ ഹാർവസ്റ്റിംഗിന്റെ പീരീഡിലും കാര്യമായിട്ടുള്ള മാനുവൽ ലേബർ അല്ലെങ്കിൽ മാനുവലിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഇടപെടൽ ഇതിന് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ ആഫ്റ്റർ ബ്രസീൽ. ഓക്കെ, ബ്രസീലിന് ശേഷം ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഷുഗർ കെയിനിൽ നിന്ന് നമുക്ക് ധാരാളം ബൈ പ്രൊഡക്ട്സുകൾ കിട്ടും. നമ്മുടെ ഷുഗർ അല്ലെ, ഷുഗർ കെയിനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജാഗരി, അതുപോലെ നമ്മുടെ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ഖാന്ദസാരി ആൻഡ് മൊളാസസ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഷുഗർ കെയിനിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. പണ്ടൊക്കെ നമുക്ക് ഷുഗർ കെയിൻ ഇൻഡസ്ട്രി പറയുന്നത് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിച്ചത് നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സിലായിട്ടുള്ള UP ആ ഭാഗങ്ങളായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയുടെ ഒരു ഷിഫ്റ്റ് ടു സദേൺ കൺട്രീസിലേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ പറയുന്ന ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് അതിന്റെ ഒരു സാധ്യതയാണ് ഷുഗർ കെയിൻ ഇൻഡസ്ട്രീനെ ഇങ്ങോട്ടേക്ക്, അതായത് സദേൺ സ്റ്റേറ്റ്സിലേക്ക് മാറ്റുന്നത്. നമ്മുടെ മഹാരാഷ്ട്ര, തമിഴ്നാട് പോലുള്ള റീജിയനിലേക്കൊക്കെ കൂടുതലായിട്ട് ഷുഗർ കെയിൻ ഇൻഡസ്ട്രി വരാനുള്ള റീസൺ ആ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്നുള്ള അതിനനുസരിച്ചിട്ട് സൂക്രോസ് കണ്ടന്റ് കൂടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു റീസൺ ആണ് നമ്മുടെ ട്രഡീഷണൽ ഷുഗർ കെയിൻ ഇൻഡസ്ട്രീനെ താഴേക്ക് അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ the first sugar mill was started in Bihar in 1903, followed by another unit in 1904 in Uttar Pradesh. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന ഷുഗർ കെയിൻ ഇൻഡസ്ട്രീസ് എവിടെയായിരുന്നു? ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ റീജിയനിലായിരുന്നു. പിന്നെ ലേറ്റർ സ്റ്റേജിലേക്ക് വരാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? നോർത്തേൺ സ്റ്റേറ്റ്സിലെ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ കുറവ് അല്ലെങ്കിൽ ക്വാളിറ്റി ലോ ആയിട്ട് കാണാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ സദേൺ സ്റ്റേറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതൊന്നും മനസ്സിലാക്കുക. ഷുഗർ കണ്ടന്റ് ലോ ആണെന്നുള്ള കാര്യം. ആൻഡ് ടെമ്പറേച്ചർ എത്രയാണ്? 21 to 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. ആ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ റെയിൻഫോൾ എന്ന് പറയുന്നത് ഒരു 75 to 100 സെന്റിമീറ്റർ മതിയെങ്കിലും അത് വളരെ വാട്ടർ ഇന്റൻസീവ് ക്രോപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ടീ ഇൻഡസ്ട്രി. ഓക്കെ, ടീ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസർ ആൻഡ് അതുപോലെ നോക്കിക്കേ ഫോർത്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ടീ ഇൻ ദ വേൾഡ്. ചൈനയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഉള്ളത്. സെക്കൻഡ് ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഫോർത്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടറും ആണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കറിയാം നമ്മുടെ ടീ ഇൻഡസ്ട്രി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും ഹിമാലയൻ സ്റ്റേറ്റ്സിൽ, അതായത് ഈസ്റ്റേൺ ഹിമാലയൻ സ്റ്റേറ്റ്സിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ പറയുന്ന ഒരു ടീ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. അപ്പോൾ ആ ഭാഗത്ത് ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു ടീ ഇൻഡസ്ട്രി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ മനസ്സിലാക്കുക നമ്മുടെ
ഹിമാലയാസിന്റെ ഭാഗത്ത്, നമ്മുടെ ഷിവാലിക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഷിവാലിക്കിന്റെ സദേൺ റീജിയനിലായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അതിന്റെ വെസ്റ്റേൺ സൈഡല്ല, അതിന്റെ ഈസ്റ്റേൺ സൈഡാണ് നമ്മൾ ഡ്യുവാസ് എന്ന് പറയുക. ബേസിക്കലി അവിടെ എന്താണ്, സ്ലോപ്പ് ഉള്ള ഏരിയാസ് ആണ്. ആ സ്ലോപ്പ് ഉള്ള ഏരിയാസിലാണ് ബ്രിട്ടീഷേഴ്സ് നമ്മുടെ ഈ ഒരു ടീ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടീ കൾട്ടിവേഷൻ അവിടെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ റെയിൻഫോൾ വേണം, പക്ഷേ ആ വാട്ടർ അവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല. ആ വാട്ടർ എന്തായിരിക്കണം, അതുവഴി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു സ്ലോപ്പി റീജിയൻസിൽ നമ്മൾ കൂടുതലായിട്ടും ടീ ഇൻഡസ്ട്രീസ് കൊണ്ടുവെക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഡ്യുവാസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡാർജിലിംഗ് ഡിസ്ട്രിക്ട്സ് ആൻഡ് ഡ്യുവാസ് റീജിയനിലാണ് നമുക്ക് കൂടുതലായിട്ടും ഈ പറയുന്ന ടീ ഇൻഡസ്ട്രീസ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മെയിൻ ടീ ഗ്രോയിങ് റീജിയൻസ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണെന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ്, നമ്മുടെ നീൽഗ്രീസ് അല്ലെ, നീൽഗ്രീസിന്റെ ഭാഗത്താണ് നമുക്ക് ടീ ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. എന്തുകൊണ്ടാണ്, അവിടെ സ്ലോപ്പി റീജിയൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ വാട്ടർ ഒരിക്കലും കെട്ടിക്കിടക്കത്തില്ല അല്ലെ. പിന്നെ നമുക്ക് ഈ ഒരു എന്താണ് ടീ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 150 to 200 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു ഈ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും എന്താണ്, നല്ല രീതിയിലുള്ള റെയിൻഫോൾ ഉണ്ട് അല്ലെ, നല്ല രീതിയിലുള്ള റെയിൻഫോൾ ഉണ്ട്. നമ്മുടെ സദേൺ ഇന്ത്യയുടെ നീൽഗിരിസിന്റെ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള റെയിൻഫോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ആ റെയിൻഫോൾ ഒരിക്കലും എന്താണ് ആ ഒരു അവിടെ കെട്ടിക്കിടക്കരുത് എന്നുള്ളത് ചിന്തിക്കുക. ആ ഒരു സ്ലോപ്പി റീജിയൻ, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, ഇവര് ഷെയ്ഡ് ലവേഴ്സ് ആണ്. നിങ്ങൾ മൂന്നാർ അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ടീ ഗാർഡനിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അല്ലെ. ഷെയ്ഡ്സ് അവർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓർക്കുക. ടീ റിക്വയർസ് കൂൾ ടു വാം ടെമ്പറേച്ചേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 5 hours ഓഫ് സൺലൈറ്റ് പെർ ഡേ. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ടെമ്പറേച്ചർ 5 hours ഓഫ് സൺലൈറ്റ് പെർ ഡേ വേണം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്, റൈസിന്റെ അത്രയൊന്നും വേണ്ട, 15 to 23 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മണിക്കൂറിലേക്കെങ്കിലും സൺലൈറ്റ് അവർക്ക് അവൈലബിൾ ആയിരിക്കണം. അതാണ് ടീ ഗാർഡൻ അല്ലെങ്കിൽ ടീ ഇൻഡസ്ട്രിയുടെ മെയിൻ ഒരു ഗ്രോയിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ ഇറിഗേഷൻ വേണം. റെയിൻഫോൾ എന്ന് പറയുന്നത് 150 to 200 സെന്റിമീറ്റർ റെയിൻഫോൾ വേണം. പക്ഷേ എന്താണ്, അതവിടെ കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. സോ അതുകൊണ്ട് സ്ലോപ്പി റീജിയൻസ് ചൂസ് ചെയ്യുന്നു. ആൻഡ് ഷെയ്ഡ് ലവേഴ്സ് ആണ് ടീ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഷെയ്ഡ് ഉണ്ട്. പിന്നെ അതുപോലെ സൺലൈറ്റ് എന്ന് പറയുന്നത് 15 to 23 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ആൻഡ് ഒരു 5 hours കണ്ടിന്യൂസ്ലി എന്താണ് സൺലൈറ്റ് അവൈലബിൾ ആയിരിക്കണം. ഒറിജിനേറ്റിംഗ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മേജർ ട്രീ ഗ്രോയിങ് റീജിയൻസ് ആർ മെയിൻലി ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ കോഫി. കോഫി നമുക്ക് എന്താണ് കൃത്യമായിട്ടും ഒരു സദേൺ സ്റ്റേറ്റ്സിലേക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പായിട്ട് നമുക്ക് കോഫീനെ പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്, നമ്മുടെ കർണാടക. നമുക്കറിയാം നമ്മുടെ കഫേ കോഫി ഡേയുടെ ഒക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് കർണാടകയാണ് അല്ലെ. അപ്പൊ കോഫി നമുക്ക് കൂടുതലായിട്ട് കർണാടക റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റുമായിട്ടുള്ള ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുക. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ടു 28 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഇൻ ബിറ്റ്വീൻ 15 ഡിഗ്രി സെൽഷ്യസ് ടു 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ റെയിൻഫോളും അത്യാവശ്യം 100 to 200 സെന്റിമീറ്ററിലായിരിക്കണം എന്നുള്ളത് ഓർക്കുക. സോയിൽ ടൈപ്പ് നോക്കിക്കേ, വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം. ഡീപ്പ് ഫ്രയബിൾ ലോമി സോയിൽ ആണ്. സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് നല്ല ഡ്രെയിൻഡ് ആയിട്ടുള്ളതും അതുപോലെ ഡീപ്പ് ഫ്രയബിൾ ലോമി സോയിലും ആയിരിക്കണം. ആൻഡ് ഇവിടെയും നമുക്ക് സ്ലോപ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയും സ്ലോപ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇവിടെയും വാട്ടർ കെട്ടി നിൽക്കുന്നത് അത്ര നല്ലതല്ല കോഫിക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഷെയ്ഡ് ആൻഡ് ഡ്രൈ വെതർ കണ്ടോ, ഇവിടെയും ഷെയ്ഡ് വേണം. റിക്വയർസ് ഷെയ്ഡി ട്രീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡ്രൈ കണ്ടീഷൻസ് ഡ്യൂറിങ് ബെറി റൈപ്പനിങ്. ഈ ഒരു റൈപ്പനിങ്ങിന്റെ പീരിയഡ് ആകുമ്പോഴത്തേക്കും ഒരു ഡ്രൈ കണ്ടീഷൻസും ആണ് നമ്മുടെ കോഫിക്ക് ഉണ്ടാവേണ്ടത്. കോഫി ശരിക്കും നമ്മുടെ യമനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് കേട്ടോ. യമനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാബ ബുദാൻ ഹിൽസ് ഇൻ കർണാടകയിലാണ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കോഫി കൾട്ടിവേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമുക്ക് അറബിക്ക ആൻഡ് 2 വെറൈറ്റീസ് ഓഫ് കോഫീസ് ഉണ്ട്, അറബിക്ക ആൻഡ് റോബസ്റ്റ. ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അറബിക്ക വെറൈറ്റിയാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കോഫി ആണെന്നുള്ളതും മനസ്സിലാക്കുക. സോ അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും മനസ്സിലാക്കുക. 15 to 28 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. ഇവിടെയും സ്ലോപ്പ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഷെയ്ഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. 100 to 200 സെന്റിമീറ്റർ വാട്ടർ അല്ലെങ്കിൽ റെയിൻഫോൾ വേണം. ഇവിടെയും എന്താണ് സ്ലോപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അവിടെ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് പാടില്ല. ഒരു ഷെയ്ഡിന്റെ ആവശ്യകതയും ഉണ്ട്.
എന്ന് പറയുന്നതാണ് ജൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഗോൾഡൻ ഫൈബർ എന്നൊക്കെ പറയുന്നതാണ് ജൂട്ട് അല്ലെ. ജൂട്ട് എന്ന് പറയുന്നതും അത്യാവശ്യം ഒരു എന്താണ് സെമി സ്കിൽഡ് ഒരു സ്കിൽ ആവശ്യമുള്ള ഒരു ക്രോപ്പാണ് ജൂട്ട് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 to 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഈ ജൂട്ട് ബേസിക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഫ്ലഡഡ് ഏരിയാസിലാണ് ജൂട്ട് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഫ്ലഡഡ് ഏരിയാസിൽ, അതായത് നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര അല്ലെ ആ ഒരു സമതലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഫ്ലഡ് പ്ലെയിൻസിലാണ് കൂടുതലായിട്ടും ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലഡ് പ്ലെയിൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് അലൂവിയൽ സോയിലാണ്? ന്യൂ അലൂവിയൽ സോയിലാണ് അല്ലെ, അല്ലെങ്കിൽ ഖാദറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക എന്ന് പറയാൻ പറ്റും. അപ്പം ന്യൂ അലൂവിയൽ സോയിൽസിലാണ് കൂടുതലായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. ഈ ജൂട്ട് ഒരു കൾട്ടിവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അത് കാര്യമായിട്ടുള്ള ഈ പറയുന്ന അബ്സോർപ്ഷൻ നടത്തും, ഈ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ നടത്തും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൾട്ടിവേറ്റ് ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് ചൂസ് ചെയ്യുന്നത്. ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ ഫ്ലഡ് പ്ലെയിൻസ് ചൂസ് ചെയ്യുന്നതിന്റെ റീസൺ ആണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 25 to 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻഫോൾ 150 to 250 സെന്റിമീറ്റർ. അത്യാവശ്യം നല്ല രീതിയിലുള്ള റെയിൻഫോൾ വേണം. സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് വെൽ ഡ്രെയിൻഡ് അലൂവിയൽ സോയിൽ. ഓക്കെ, അപ്പൊ ബേസിക്കലി അലൂവിയൽ സോയിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ന്യൂ അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ ഖാദർ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഖാദർ ആണെന്ന് ഓർക്കുക. അതാണ് ജൂട്ടിന് വേണ്ടത്, വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ന്യൂ അലൂവിയൽ സോയിൽ. സോ അതാണ് ഇവിടെ പറയുന്നത്, ദിസ് ഈസ് ഡ്യൂ ടു ദ റിച്ച് അലൂവിയൽ സോയിൽ ഇൻ ദ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ദ ഫ്ലഡ് പ്ലെയിൻസ് ആണ് കൂടുതൽ ന്യൂ അലൂവിയൽ സോയിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെയാണ് കൂടുതൽ. ജൂട്ട് ഈസ് വേഴ്സറ്റൈൽ ആൻഡ് യൂസ് ടു പ്രൊഡ്യൂസ് ഗണ്ണി ബാഗ്സ്. ധാരാളമായിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാൻ നമുക്ക് ജൂട്ട് എടുക്കാൻ പറ്റും. ഗണ്ണി ബാഗ്സ്, അതുപോലെ മാറ്റ്സ്, റോപ്സ്. നമുക്കറിയാം സാരീസ് ഒക്കെ ഇപ്പം ജൂട്ട്സിൽ വരുന്നുണ്ട് അല്ലെ. ജൂട്ട്സ് അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്നുള്ളത് ഓർക്കുക. മാറ്റ്സ്, റോപ്സ്, യാണ്, കാർപ്പറ്റ്സ് ആൻഡ് വേരിയസ് ആർട്ടിഫാക്ട്സ് ഒക്കെ നമുക്ക് ജൂട്ടിൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജൂട്ട് സീഡ്സ് ആർ പ്ലാന്റഡ് ബിറ്റ്വീൻ ഏപ്രിൽ ആൻഡ് മെയ് ആൻഡ് ഹാർവസ്റ്റഡ് ബിറ്റ്വീൻ ജൂലൈ ആൻഡ് ഓഗസ്റ്റ് എന്നുള്ളത് ഓർക്കുക. സോ ജൂട്ടിനെയാണ് നമ്മൾ ഗോൾഡൻ ഫൈബർ എന്ന് പറയുക അല്ലെ. ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത് എന്തിനെയാണ്? ജൂട്ടിനെയാണ്. നമ്മുടെ സിൽവർ ഫൈബർ അല്ലെങ്കിൽ ആ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? കോട്ടൺ ആണ്. ഈ ഒരു ഗോൾഡൻ ഫൈബർ റെവല്യൂഷൻ അല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്ന് നമ്മൾ വിളിക്കുന്നത് ജൂട്ടിനെയാണ്. India is the largest producer followed by Bangladesh. Largest producer. അതിനുശേഷം വരുന്നത് ബംഗ്ലാദേശ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് റബ്ബർ അല്ലെ. റബ്ബർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 സെന്റിമീറ്റർ അല്ലെങ്കിൽ മോർ ദാൻ 200 സെന്റിമീറ്റർ റെയിൻ വേണം. അത്യാവശ്യം നല്ല രീതിയിൽ റെയിൻഫോൾ വേണ്ട ഒന്നാണ് റബ്ബർ എന്ന് പറയുന്നത്. അതുപോലെ ബേസിക്കലി ഇവ ഉണ്ടാവുന്നത് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്സിലാണ്. ഓക്കെ, ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്സിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട്, അതുപോലെ തന്നെ സൺലൈറ്റ് നല്ല രീതിയിൽ അവൈലബിൾ ആണ്. കണ്ടോ, ടെമ്പറേച്ചേഴ്സ് എബവ് 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ടെമ്പറേച്ചർ വേണം. അത്യാവശ്യം നല്ല രീതിയിൽ ടെമ്പറേച്ചർ വേണം എന്ന് പറയുന്നത് കൊണ്ടാണ് 25 ഡിഗ്രി അല്ലെങ്കിൽ എബവ് 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം. നല്ല രീതിയിൽ മഴ ഉണ്ടാവും. ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലൈമറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. റബ്ബർ ട്രീസ് റിക്വയർ വെൽ ഡ്രെയിൻഡ് വെതേർഡ് സോയിൽസ്. ഓക്കെ, വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള വെതേർഡ് സോയിൽസ് ആണ്. ഇക്വറ്റോറിയൽ റീജിയനിൽ നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട് അല്ലെ. പിന്നെ ഇവിടുത്തെ സോയിൽ ഒന്ന് ശ്രദ്ധിക്കുക. സോയിൽ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിൽ ആണ് അല്ലെ. നമുക്കറിയാം വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള സോയിൽസ് ലാറ്ററൈറ്റ് സോയിൽസിലായിരിക്കും. ഇപ്പോൾ റിച്ച് വെൽ ഡ്രെയിൻഡ് ലാറ്ററൈറ്റ് സോയിൽ ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയാസ് ഇൻ സ്പെഷ്യൽ കണ്ടീഷൻസ്. അത് ഈ പറയുന്ന സ്പെഷ്യൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഈ ഒരു ഒപ്റ്റിമൽ കണ്ടീഷൻസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്താണ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലും നമ്മുടെ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എ നേറ്റീവ് ഓഫ് ദ ആമസോൺ ബേസിൻ. അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ബ്രസീൽ അല്ലെങ്കിൽ ആമസോൺ ബേസിൻ എന്നുള്ളത് ഓർത്തിരിക്കുക. വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ് ടു കൺട്രീസ് ഇൻ ദ ട്രോപ്പിക്കൽ ബെൽറ്റ്സ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക ഇൻ ദ ലേറ്റ് 19th century. ഓക്കെ, അപ്പം അതിന്റെ നേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ ബേസിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓയിൽ സീഡ്സ്. ഓക്കെ, ഓയിൽ സീഡ്സ് ആണ് നെക്സ്റ്റ്. ബേസിക്കലി നമ്മുടെ ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ റേപ്പ് സീഡ്, സൺഫ്ലവർ സീഡ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുക. സോ മോസ്റ്റ് ഓഫ് ദം ഗ്രൗണ്ട് നട്ടൊക്കെ നമ്മൾ പറഞ്ഞു ഏതാണ്? ഖാരിഫ് ക്രോപ്പ് ആണ്. റിക്വയർ വാം ടെമ്പറേച്ചർ അല്ലെ, 20 to 30 ഡിഗ്രി സെൽഷ്യസ്. ഖാരിഫ് ക്രോപ്സിനെല്ലാം നമ്മൾ പറഞ്ഞു അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ വേണം. സോ 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വേണ്ടത്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. റേപ്പ് സീഡും അതുപോലെ തന്നെ മസ്റ്റാർഡ് ആർ കൂൾ ക്ലൈമറ്റ് ക്രോപ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓയിൽ സീഡ്സിലുള്ള റേപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് സീഡ്സ് എന്ന് പറയുന്നത് കൂൾ ക്ലൈമറ്റ് ക്രോപ്സ് ആണ്. ഇവിടെ നമ്മുടെ റെയിൻഫോൾ എന്ന് പറയുന്നത്
50 to 75 സെന്റിമീറ്റർ റെയിൻഫോൾ ആണ്. ഡ്രൈ വിന്റർ ഈസ് നീഡഡ് അറ്റ് ദ ടൈം ഓഫ് റൈപ്പനിങ്. അപ്പം റൈപ്പനിങ്ങിന്റെ ടൈമിൽ ഒരു ഡ്രൈ വിന്റർ ആണ് ഉണ്ടാവേണ്ടത്. ആൻഡ് റെയിൻഫോളും 50 to 75 സെന്റിമീറ്ററിലാണ് വേണ്ടത്. പിന്നെ സോയിൽ എന്ന് പറയുന്നത് ലൈറ്റ് സാൻഡി ലോം സോയിൽസിൽ അല്ലെങ്കിൽ ലോംസ്, റെഡ്, യെല്ലോ, ബ്ലാക്ക് കോട്ടൺ സോയിൽസിലൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഓയിൽ സീഡ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സൂര്യകാന്തി പാടങ്ങൾ നമ്മൾ പലയിടത്തായിട്ട്, അതായത് നമ്മുടെ സദേൺ ഏരിയാസിലും തമിഴ്നാടും ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്, സസെപ്റ്റബിൾ ടു ഫ്രോസ്റ്റ്. ഓക്കെ, പ്രൊലോങ്ഡ് ഡ്രോട്ട്, കണ്ടിന്യൂസ് റെയിൻ ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് കണ്ടിന്യൂസ്ലി ഒരു ഫ്രോസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടേഴ്സ്, വെള്ളം അവിടെ കെട്ടിക്കിടക്കുക, അതുപോലെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഡ്രോട്ട്, ഒരു വരൾച്ച, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വരൾച്ച ഒക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ഓയിൽ സീഡ്സിന്റെ കൾട്ടിവേഷനെ ബാധിക്കും, ഇൻവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. അതൊന്ന് മനസ്സിലാക്കുക. ആഫ്റ്റർ ചൈന, ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗ്രൗണ്ട് നട്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ചൈനയ്ക്ക് ശേഷം ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗ്രൗണ്ട് നട്ട് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൾട്ടിവേഷൻ പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? നിങ്ങൾ ഈ ജുമ്മിങ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് ഇന്ത്യയിൽ പലയിടത്ത് പല പേരുകളാണ്. അതും UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. സോ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ജുമ്മിങ് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ബേസിക്കലി ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാണെന്ന് അറിയാമല്ലോ, അല്ലെ? ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന കാർഷിക വൃത്തികളൊക്കെ നടത്തി കഴിയുമ്പം അവിടുത്തെ വളക്കൂറുകൾ കാര്യമായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്, ഈൽഡിംഗ് പവർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും, ആ പർട്ടിക്കുലർ സോയിലിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും അതിനെ ഒന്ന് ബ്രീത്ത് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് കൾട്ടിവേഷൻ മാറ്റുന്നത്. അങ്ങനെ ആ ഭാഗത്ത് കൾട്ടിവേഷൻ നിർത്തിയിട്ട് അവിടെ നമ്മൾ സ്ലാഷ് ബേണിംഗ് ഒക്കെ നടത്തി അവിടെ കുറച്ച് നാളത്തേക്ക് അത് ഫ്രീ ആയിട്ട് ഇടും. അതിനുശേഷം വേറൊരു സ്ഥലത്ത് കൾട്ടിവേഷൻ നടത്തും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ഓഫ് കൾട്ടിവേഷനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയാം. സോ നോർത്ത് ഈസ്റ്റിലാണ് ജുമ്മിങ് എന്ന് പറയാം. ആൻഡ് മണിപ്പൂരിൽ പാംലോ എന്നാണ് പറയുക. ഛത്തീസ്ഗഡ് ആൻഡ് ആൻഡമാൻ റീജിയനിൽ ദിപ എന്ന് പറയുന്നു. ബേവാർ ഓർ ദഹിയ അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. ആൻഡ് പോഡു ഓർ പെൻഡ ആന്ധ്രാപ്രദേശാണ്. പമാദാബി ഓർ കൊമാൻ ഓർ ബ്രിങ്ക എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. അതുപോലെ കുമാരി നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലാണ്. വാൾട്രേ ഓർ വാൾട്രേ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ഹിൽ ഹിമാലയൻ ബെൽറ്റിൽ പറയുന്ന ഒന്നാണ്. കുറുവ ജാർഖണ്ഡ്. ഓക്കെ, ജാർഖണ്ഡിലാണ് കുറുവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേൾഡിലും ധാരാളം ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻസിന് എക്സാമ്പിൾ കാണാൻ പറ്റും. മിൽപ, ലഡാങ്, കൻകോ, റോക്കോ, അതുപോലെ എറേ, മസോൾ, ഇതൊക്കെ വേൾഡിൽ കാണാൻ പറ്റുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ നമ്മുടെ മൺസൂൺ റെയിൻസ് ആണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പോൾ ഈ മൺസൂൺ അനുസരിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ മൺസൂൺ റെയിൻ നമ്മുടെ ലാനിന, എൽനിനോ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന മഴയുടെ അവൈലബിലിറ്റി കുറയാനും കൂടാനും ഉള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഇൻവേഴ്സ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മുടെ കാർഷിക അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രികൾച്ചറിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ MSP എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി മിനിമം സപ്പോർട്ട് പ്രൈസസ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കുന്ന വിളകൾ എന്ന് പറയുന്നത് സീസണൽ ക്രോപ്സ് ആയിരിക്കും. സീസണൽ ക്രോപ്സാ. ഇപ്പം സീസണൽ ക്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്താണ്? ഒരു പർട്ടിക്കുലർ സീസൺ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ മാർക്കറ്റിലേക്ക് ഇത് കാര്യമായിട്ട് അങ്ങ് വന്ന് ഡംപ് ചെയ്യും, അല്ലെ? അങ്ങനെ കാര്യമായിട്ട് വന്ന് ഡംപ് ചെയ്യുമ്പോഴത്തേക്കിനും അതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി കൂടുന്നു. സപ്ലൈ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഡിമാൻഡ് കുറയുന്നു. സപ്ലൈ കൂടുമ്പം ഡിമാൻഡ് കുറയുന്നു, അതിന്റെ പ്രൈസും അതിനനുസരിച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കർഷകൻ ഒരു 20 രൂപയ്ക്കാണ് അത് പർട്ടിക്കുലർ സീഡ് കൃഷി ചെയ്ത് അത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത് വാങ്ങിയത് എങ്കിൽ, കൃഷി ചെയ്യുന്ന സമയത്ത് അത് വാങ്ങിയത് എങ്കിൽ ഇത് അയാൾ കൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കുമ്പം അയാൾക്ക് കിട്ടുന്നത് വല്ല 5-10 രൂപയായിരിക്കും. അതായത് അവർക്ക് അതിന്റെ ലാഭം പോലും കിട്ടാത്ത ഒരു അവസ്ഥ കാണാനായിട്ട് പറ്റുന്നു. നമ്മൾ പറഞ്ഞു സീസണൽ ക്രോപ്സിനാണിത് ഈ MSP എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ആ സീസണൽ ക്രോപ്സിന്റെ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് സീസൺസ് ആകുമ്പോൾ ഇത് മാർക്കറ്റിലേക്ക് വന്ന് കൂടുതൽ അടിയുകയും അങ്ങനെ അതിന്റെ സപ്ലൈ കൂടുകയും സപ്ലൈ കൂടുന്നതനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പം അതിന്റെ പ്രൈസും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അപ്പൊ ഇങ്ങനെ കുറയുന്ന ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ കർഷകര് വിസമ്മതിക്കുന്നു, അല്ലെ? അങ്ങനെ വിസമ്മതിച്ചാൽ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊരു കണ്ടീഷൻ ആയിരിക്കും, അല്ലെ? ഒരു മോശപ്പെട്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്താ പറയുന്നത്?
നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് കൃത്യമായിട്ടും ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു തുക തന്ന് ഈ പറയുന്ന ക്രോപ്സിനെ അവർ വാങ്ങിക്കോളാം, അവർ അക്യൂറേ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ സംഭവങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഒരു കൃത്യമായിട്ടുള്ള ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇത് കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ക്രോപ്പിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും കർഷകർക്ക് അതൊരു നഷ്ടമില്ലാത്തൊരു കച്ചവടമായിട്ട് മാറുന്നു. അങ്ങനെ കർഷകർ കൂടുതലായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടും മുന്നോട്ട് വരുന്നു. ഇനി ഇതിനെ ഈ ഒരു MSP എന്ന് പറയുന്നത് ബിഫോർ, അതായത് ഓരോ വർഷവും ഇത് കാൽക്കുലേറ്റ് ചെയ്യും. MSP എന്ന് പറയുന്നത് ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു താങ്ങുവില പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അനൗൺസസ് ട്വൈസ് എ ഇയർ ബിഫോർ ദ ഖാരിഫ് മൺസൂൺ ആൻഡ് അല്ലെങ്കിൽ റാബി സോയിങ് സീസൺസ്. ഇതിന് 2 സമയത്തും ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, CACP നമ്മൾ പറയും. അവരെന്താ ചെയ്യുക? ഈ ഒരു പർട്ടിക്കുലർ MSPയെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ഗവൺമെന്റിന് മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ ഗവൺമെന്റിന് മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇത് ഗവൺമെന്റ് കൃത്യമായിട്ടും എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഈ ഒരു കൃത്യമായിട്ട് ഗവൺമെന്റ് ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ് അല്ലെ. അപ്പോൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, ഓക്കെ, ഈ പറയുന്ന എക്കണോമിക് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, CACP എന്താ ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെന്റിന് മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഇത് ഫിക്സ് ചെയ്ത് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് ഇസ് ദ പ്രൈസ് സെറ്റ് ബൈ ദി ഗവൺമെന്റ് ടു എൻഷുർ ഫാമേഴ്സ് റിസീവ് എ ഗ്യാരണ്ടീഡ് പ്രൈസ് ഫോർ ദെയർ ക്രോപ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്യാരണ്ടീഡ് പ്രൈസിന് താഴെ അവർക്കത് വിൽക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു വിലയ്ക്ക് താഴെ അത് പോകുന്നില്ല. ക്രോപ്സ് പ്രൊട്ടക്ടിങ് ദം ഫ്രം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. അപ്പം അത് കൃത്യമായിട്ട് ഓർക്കുക. ഏകദേശം ഒരു 22 ക്രോപ്പ് പ്ലസ് FRP എന്ന് പറഞ്ഞൊരു സംഭവം, ഫെയർ റെമ്യൂണറേറ്റീവ് പ്രൈസ്. ഓക്കെ, MSP പോലെ തന്നെ ഉള്ള ഒന്നാണ് ഫെയർ റെമ്യൂണറേറ്റീവ് പ്രൈസ്. ഇത് നമ്മുടെ ഷുഗർ കെയിന് അവൈലബിൾ ആവുന്ന ഒന്നാണ്. ഓക്കെ, ഷുഗർ കെയിന് അവൈലബിൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ ടോട്ടൽ 23 ക്രോപ്സിന് കൊടുക്കുന്ന ഒന്നാണ് MSP എന്ന് പറയുന്നത്. ഓക്കെ, 23 ക്രോപ്സിന് കൊടുക്കുന്ന ഒന്നാണ് MSP. FRP എന്ന് പറയുന്നത് ഷുഗർ കെയിന് മാത്രമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഷുഗർ കെയിനും കൂടെ കൂട്ടിയിട്ട് 23 ക്രോപ്സിന് കൊടുക്കുന്ന ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമാണ് MSP. നോക്കാം, നമുക്ക് ഖാരിഫ് ക്രോപ്സിന് 14 എണ്ണത്തിന് MSP കൊടുക്കുന്നുണ്ട്. പാഡി, ജോവർ, ബജ്ര, റാഗി, മെയ്സ്, തുർ അല്ലെങ്കിൽ അർഹാർ, മൂങ്ക്, ഉറാദ്, ഗ്രൗണ്ട്നട്ട്, സൺഫ്ലവർ സീഡ്, സോയാബീൻ, സെസമം, നൈഗർ സീഡ് ആൻഡ് കോട്ടൺ. ഓക്കെ, കോട്ടൺ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഫുഡ് ആയിട്ടുള്ള ക്രോപ്സിന് മാത്രമല്ല, ഫുഡ് ക്രോപ്സിന് മാത്രമല്ല, പിന്നെയോ കോട്ടൺ നമ്മളിവിടെ കണ്ടു അല്ലെ. അതുകൊണ്ട് ക്യാഷ് ക്രോപ്സിനും കൊടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് റാബി ക്രോപ്സിൽ നോക്കാം. വീറ്റ്, ബാർലി, ഗ്രാം, അതുപോലെ മസൂർ അല്ലെങ്കിൽ ലെൻറ്റിൽ, റേപ്പ് സീഡ്, മസ്റ്റാർഡ് ആൻഡ് സാഫ്ലവർ. ആൻഡ് കൊമേഴ്സ്യൽ ക്രോപ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൊപ്ര, ജൂട്ട്. ഇതിനൊക്കെ MSP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് FRP നേരത്തെ നമ്മൾ പറഞ്ഞാണ് നമ്മുടെ MSP, അത് ഷുഗർ കെയിന് കൊടുക്കുന്നതാണ് നമ്മൾ FRP എന്ന് പറയുന്നത്. FRP ഫെയർ റെമ്യൂണറേറ്റീവ് പ്രൈസ് ഈസ് ദ പ്രൈസ് ഡിക്ലെയർഡ് ബൈ ദ ഗവൺമെന്റ് വിച്ച് മിൽസ് ആർ ലീഗലി ബൗണ്ട് ടു പേ ടു ഫാമേഴ്സ് ഫോർ ദ കെയിൻ പ്രൊക്യൂർഡ് ഫ്രം ദം. ഓക്കെ, കൃത്യമായിട്ട് അവരോട് വാങ്ങുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് പ്രൈസ് അല്ലെങ്കിൽ ഒരു ഫെയർ റെമ്യൂണറേറ്റീവ് പ്രൈസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ FRP എന്ന് പറയുന്നത്. ഇതും ബേസ്ഡ് ഓൺ ദ രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് ഓൺ റീഓർഗനൈസിംഗ് ദ ഷുഗർ കെയിൻ ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഒരു FRP വരാനായിട്ടുള്ള കാരണക്കാരനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് രംഗരാജൻ കമ്മിറ്റി എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ FRP എന്തിനാണ്? നമ്മുടെ ഷുഗർ കെയിൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്രോപ്സിനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. ക്രോപ്സ് എങ്ങനെയാണ്, അതിന്റെ കാർഷിക വിളക്കാലം ഏതൊക്കെയാണ്, ഏതൊക്കെ ക്രോപ്സ് ഉണ്ട്, അതിന്റെ ഗ്രോയിങ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ആൻഡ് നമ്മുടെ MSP ആൻഡ് FRP നെ കുറിച്ചിട്ടുമായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. താങ്ക് യു.